എന്ത് വിധീത് അമ്മേ വല്ലാത്ത ഇത് കണ്ടില്ലേ, ഇതാണ് ഞങ്ങളെ എക്സാമിന് പോകുന്ന അവസ്ഥ. ഈ ഒരു സംഭവം എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് എനിക്ക് സ്വയം എക്സാം ആണ്. സോ രാവിലെ തന്നെ എണീറ്റു ഞാൻ എക്സാമിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി. സ്വയം എക്സാമിനെ കുറിച്ച് മേ ബി എല്ലാവർക്കും അറിയണ്ടാവില്ല, ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു സബ്ജക്റ്റ്, അതായത് നമ്മുടെ കോഴ്സിന്റെ കൂടെ എക്സ്ട്രാ ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കുക, എന്നിട്ട് അത് ഓൺലൈനായിട്ടും ആൾക്കാരെ നമുക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ, എന്നിട്ട് നമ്മളൊരു സെന്ററിൽ പോയിട്ട് എക്സാം. അങ്ങനെ ഹോൾ ടിക്കറ്റ് ഒക്കെ പ്രിന്റ് എടുത്ത് നേരെ ബസ്സും കയറി ഞാൻ പോയി. പിന്നെ ഇവളും ഉണ്ടായിരുന്നു എന്റെ കൂടെ. എന്റെ റൂമിൽ നിന്ന് അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു ഈ സെന്ററിൽ പോവാന്. നമ്മൾ സ്വയം എക്സാം നമുക്ക് ഏത് സെമസ്റ്ററിലും എഴുതാം. ഞാൻ പിന്നെ ലാസ്റ്റ് സെമസ്റ്റർ വരെ വെയിറ്റ് ചെയ്തതാണ്, അതുകൊണ്ട് കുറച്ച് പേരുള്ളൂ നമുക്ക് എക്സാം എഴുതാന്. അങ്ങനെ ഈ ഒരു സ്ഥലത്തെത്തി. ഇവിടെ എന്താന്ന് വെച്ചാൽ ഇതൊരു ഹൈവേ ആണ്. അപ്പോൾ നമ്മൾ പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുള്ളത് സ്കൂളോ അല്ലെങ്കിൽ കോളേജൊക്കെ ഉണ്ടെങ്കിൽ ഹൈവേയിൽ നടുക്കൂടെ മറ്റേ ഇതുണ്ടാവുമല്ലോ, സീബ്ര ലൈന്, എന്നിട്ട് അതിലൂടെ അല്ലേ നമ്മൾ പോവാ. ഇവിടെ സീബ്ര ലൈനും ഇല്ല, അതിലുപരി ആ ഒരു ഇരുമ്പിന്റെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് മൊത്തം ക്ലോസ് ചെയ്തിട്ട് നമ്മൾ അത് എടുത്ത് ചാടണം. എന്നിട്ട് അവരവിടെ ജസ്റ്റ് ഒരു മണ്ണ് പോലെ ഇട്ടച്ചിക്കാൻ നമുക്ക് ചാടാൻ എളുപ്പത്തിൽ. അതെന്താന്ന് എനിക്ക് മനസ്സിലാണില്ല. മേ ബി ഈ സെന്റർ അവരെ ഇവിടുന്ന് മാറ്റാനുള്ള പ്ലാൻ ആണോ, അതോ ഇനി ഇവർക്ക് അബദ്ധം പറ്റിയതാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. നേരത്തെ പോയോണ്ട് തന്നെ കുറേ നേരം പോസ്റ്റായി, കാരണം കാര്യമായിട്ടൊന്നും പഠിക്കാനും ഇല്ല. അങ്ങനെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എക്സാം ഹോളിൽ കയറി എക്സാം എഴുതി ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇത്രയും ഇടങ്ങേറ് പിടിച്ചൊരു എക്സാം ജീവിതത്തിൽ എഴുതിയിട്ടില്ല എന്ന്. കാരണം എന്താ വെച്ചാല് എക്സാം ടഫ് ഒന്നും അല്ലായിരുന്നു, പക്ഷെ എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഇരിക്കണം. ഞാനൊരു 2 മണിക്കൂർ വെറുതെ ആ ഒരു ചൂടത്ത് ഒന്നും ചെയ്യാനും പറ്റില്ല, ആരോടും മിണ്ടാനും പറ്റില്ല. അങ്ങനെ ശമന്റെ നെല്ലിപ്പലക പോയി അങ്ങനെ അവിടെ ഇരുന്ന് സമയം കളഞ്ഞ് ലാസ്റ്റ് അവരൊന്ന് പുറത്തേക്ക് വിട്ടപ്പോഴാണ് സമാധാനമായ. അപ്പൊ അത്രയ്ക്കുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.